എന്തായാലും സാധാരണ ഒരു ജാതി കായ ഉണ്ടാക്കാൻ തുടങ്ങിയ 2-3 വർഷമായ ഒരു ജാതിയാണെങ്കിൽ ഈസിയായിട്ടൊരു 10,000 രൂപ പ്ലാൻ ചെയ്യാവുന്ന ആ ഒരു 10,000 രൂപ നമുക്കതിൽ നിന്ന് ആദായം കിട്ടുമെങ്കിൽ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കി അഡ്വാൻസ് ചെയ്യുക. എന്തിനാ രോഗം വരാൻ വേണ്ടി നോക്കിയിരിക്കുക? അവിടെയാണ് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അസുഖം പിടിപ്പിക്കരുത്. അസുഖം പിടിപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് റിക്കവർ ചെയ്തുകൊണ്ട് വന്ന് പിന്നെ കയറി വരുന്നതിനാണ് പ്രൊഡക്ഷൻ കിട്ടില്ലാത്തത്. ഇപ്പോൾ എനിക്ക് പ്ലാവിൻ്റെ കൃഷിയുണ്ട്, ഇവർക്കൊക്കെ അറിയാം. സാധാരണ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി ചെയ്താൽ എല്ലാവരും പറയുന്നത് ഭയങ്കര രോഗം കൂടുതലുള്ള സാധനമാണ്. ഫംഗസ് അടുത്തൂടെ പോയി ചാടിക്കയറിപ്പോയി. നമുക്ക് നമ്മുടെ ആ ഒരു തോട്ടത്തിൽ ഇന്ന് വരെ ഒരു മരം പോലും പോയിട്ടില്ല, ഒരെണ്ണം പോലും. റെഗുലറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണ വിയറ്റ്നാം സാറിന് കൃഷി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു, അവരെല്ലാം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഫംഗസ് പ്രശ്നമുള്ള ഒരു സാധനം. അത് റെഗുലറായിട്ട് നമ്മൾ PPFC സ്ട്രെസ് ഔട്ടും പോലത്തെ സാധനങ്ങൾ റെഗുലറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ല പിന്നെ വേറൊരു കാരണമില്ലല്ലോ. അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ അപൂർവമായിട്ടൊന്ന് ഇല വല്ലതും ചിലത് ഓരോന്ന് പഴുക്കും. നമ്മൾ റെഗുലറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കാര്യമായിട്ട് ബാധിക്കാറില്ല. പക്ഷേ ഇത് പലരും ചെയ്യല്ലോ. നമ്മളതിനൊരു ബഡ്ജറ്റ്, ഓക്കെ ഇത്ര രൂപ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സാധനമാണ്, അതിനനുസരിച്ചൊരു ബഡ്ജറ്റിൽ ആദ്യം ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഇവിടെ പലരും ചെയ്യുന്നില്ല. അവരിങ്ങനെ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ ചെയ്യുന്നു, രോഗം വരുന്നു, അത് കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ പോകുന്നു. മാത്രമല്ല ജാതിയുടെ പത്രിയിലൊക്കെ വരുന്ന വ്യത്യാസം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സ്ഥിരം മേടിക്കുന്നതിൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. പുള്ളിക്ക് വില കൂടുതലാണ് കിട്ടുന്നത്. ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ സാധനം കൊണ്ട് കൊടുത്തിട്ട് എല്ലാവർക്കും കിട്ടുന്നതിനേക്കാൾ 200 രൂപ കൂടുതൽ കിട്ടുന്നുണ്ട്. പുള്ളി ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജാതി പത്രിയുടെ ഇത് കണ്ടിട്ട് അവൻ എനിക്ക് 200 രൂപ കൂടുതൽ തരുന്നുണ്ടെന്ന് എന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. നമ്മുടെ സാധനം സ്ഥിരം